ലോഡ് ഷെഡിംഗ് കാരണം ലോകകപ്പ് മത്സരം കാണാൻ കഴിയാത്തതിൽ KCB ഓഫീസിൽ ജനകീയ പ്രതിഷേധം. തൃശൂർ അന്നമനടയിലാണ് ഈ വ്യത്യസ്ത സംഭവം കേട്ടോ. കയ്യേറ്റത്തിൽ KCB ജീവനക്കാരന് മർദ്ദനമേറ്റു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് ഓഫീസിലെത്തിയ സംഘം ജീവനക്കാരെ അസഭ്യം പറയുകയും തുടർന്ന് അക്രമത്തിലേക്കും കയ്യേറ്റത്തിലേക്കും കടക്കുകയുമായിരുന്നു. സബ്സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നിധിനെ കയ്യേറ്റം ചെയ്തതിനെ തുടർന്ന് നിധിനെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ KCB ഓഫീസിലെയും സബ്സ്റ്റേഷനിലെയും CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധവുമായി KCB ജീവനക്കാരും സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ ജീവനക്കാരെ ആക്രമിക്കുകയും സർക്കാർ സ്ഥാപനത്തിൽ അതിക്രമിച്ച് കയറി അക്രമം നടത്തുകയും ചെയ്തത് അതീവ ഗൗരവമുള്ള സംഭവമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി. സംഭവത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് KCB അധികൃതർ മാള പോലീസ് സ്റ്റേഷനിൽ ഔദ്യോഗികമായി പരാതി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ജനം, തൃശൂർ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ED ഉദ്യോഗസ്ഥനെതിരായ കൈക്കൂലി ആരോപണത്തിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരെ ED ചോദ്യം ചെയ്യുന്നു. PMLA കേസ് ഒതുക്കി തീർക്കാൻ ED ഉദ്യോഗസ്ഥർ ഇടനിലക്കാർ വഴി കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു പരാതി. ED കേസിൽ പ്രതിയായ അനീഷ് ബാബു ആണ് ഈ കേസിലെ പരാതിക്കാരൻ. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേർന്നു. ജിജീഷ്, നിർണായകമായ ഒരു ചോദ്യം ചെയ്യലാണല്ലോ. എന്താണ് ഇപ്പോൾ രഞ്ജിത്ത് വാര്യരെ ചോദ്യം ചെയ്യുകയാണെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പ്രേക്ഷകരെ ഇപ്പോൾ വരുന്നത്. ED ഉദ്യോഗസ്ഥനെതിരായ കൈക്കൂലി ആരോപണത്തിലാണ് ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരെ ചോദ്യം ചെയ്തത്. PMLA കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥർ എന്തൊക്കെയാണ് ചെയ്തത്? ED ഉദ്യോഗസ്ഥർ ഇടനിലക്കാർ വഴി കൈക്കൂലി വാങ്ങിയെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായിരുന്നു അന്ന് പുറത്തു വന്നത്. എന്തായാലും ഈ കേസിൽ മറ്റൊരു ED കേസിൽ പ്രതിയായ അനീഷ് ബാബു ആണ് ഈ കേസിലെ പരാതിക്കാരൻ. ജിജീഷ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജിജീഷ്, നിർണായകമായ ഒരു ചോദ്യം ചെയ്യലാണ്. എങ്ങനെയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്? എന്തുകൊണ്ട് രഞ്ജിത്ത് വാര്യർ? അശ്വതി പറഞ്ഞതുപോലെ തന്നെ ഈ അനീഷ് ബാബു എന്ന കശുവണ്ടി വ്യവസായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു പരാതി നൽകിയായിരുന്നു. ശേഖർകുമാർ എന്ന ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകി. ശേഖർകുമാർ എന്ന ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകി. ഈ ശേഖർകുമാറും ഒപ്പം തന്നെ ഈ ആളുകളും തമ്മിൽ നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണം അടക്കമുള്ള വിവരങ്ങൾ ലഭിച്ചു എന്നായിരുന്നു വിജിലൻസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഈ കേസിലെ മറ്റൊരു പ്രധാനപ്പെട്ട ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ അനീഷ് കുമാറിന്റെ ആരോപണങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥൻ കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്നും കേസ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചുവെന്നും എല്ലാമുള്ള കാര്യങ്ങൾ ആരോപണമായി അനീഷ് ബാബു ഉന്നയിക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള തെളിവുകളും ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പകരം വിജിലൻസ് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ രഞ്ജിത്ത് വാര്യരും ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥനായ ശേഖർ കുമാറും തമ്മിൽ ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നു. അത് മറ്റ് ചില ആപ്പുകൾ ഉപയോഗിച്ചായിരുന്നു ഈ ആശയവിനിമയങ്ങൾ ഉണ്ടായിരുന്നത്. കേസ് ഒതുക്കുന്നതുമായി ബന്ധപ്പെട്ട അടക്കമുള്ള കാര്യങ്ങളിൽ രഞ്ജിത്ത് വാര്യരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ചൂണ്ടിക്കാണിച്ചത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് അന്വേഷണം നടത്തുമ്പോൾ തന്നെ തങ്ങളുടെ ഒരു ഉദ്യോഗസ്ഥനെതിരെ ഉയർന്ന ആരോപണമാണ് എന്നതുകൊണ്ട് തന്നെ വിജിലൻസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രഞ്ജിത്ത് വാര്യരെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഇരുവരും തമ്മിൽ സംഭാഷണം നടത്തി, ചില ആശയവിനിമയങ്ങൾ നിരന്തരം നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ എത്രമാത്രം വസ്തുതയുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത്. എന്നാൽ നേരത്തെ വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥനായ ശേഖർ കുമാറിനെതിരെ കാര്യമായ തെളിവുകളൊന്നും തന്നെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ടായിരുന്നില്ല. അശ്വതി.